നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. നർത്തകിയും സോഷ്യൽ മീഡിയ താരവുമായ സാന്ദ്ര സലീമിന് വിട. അന്ത്യം അർബുദത്തിന് ചികിത്സയിലിരിക്കെ. ക്യാൻസർ ബാധിതയായി ചികിത്സയിലിരിക്കുകയായിരുന്ന നർത്തകിയും സോഷ്യൽ മീഡിയ താരവുമായ സാന്ദ്ര സലീം മരണത്തിന് കീഴടങ്ങി. കാനഡയിലെ ഒൻറ്റാരിയോ കൊണസ്റ്റാഗോ കോളേജിൽ വിദ്യാർത്ഥിനിയായിരുന്ന സാന്ദ്ര സലീമിന് കാനഡയിൽ വെച്ചാണ് ക്യാൻസർ രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. 8 മാസം മുമ്പ് വയറുവേദനയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വയറ്റിൽ കണ്ടെത്തിയ മുഴ നീക്കം ചെയ്യുകയും ബയോപ്സിക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റിസൾട്ട് ലഭിക്കുന്നത് വളരെ വൈകിയാണ്. ഒടുവിൽ നാട്ടിലെത്തിച്ച് ചികിത്സ നടത്തിയെങ്കിലും സാന്ദ്ര സലീമിന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കാനഡയിലെ ആശുപത്രിയിൽ നിന്നും കൃത്യസമയത്ത് രോഗവിവരം അറിയാത്തത് മൂലമാണ് സാന്ദ്രയുടെ ജീവൻ അപകടത്തിലായതെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നു. വയറ്റിൽ കണ്ടെത്തിയ മുഴ നീക്കം ചെയ്ത ശേഷം വീണ്ടും കടുത്ത നടുവേദനയുമായി സാന്ദ്ര കാനഡയിലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. എന്നാൽ ആശുപത്രിയിൽ നിന്നും വേദനാ സംഹാരികൾ നൽകി സാന്ദ്രയെ മടക്കി അയച്ചു. പിന്നീട് നടക്കാൻ പോലുമാകാതെ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും രോഗാവസ്ഥ മൂർച്ഛിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് ക്യാൻസർ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതായി കണ്ടെത്തിയത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ സാന്ദ്രയെ അടുത്ത സുഹൃത്തുക്കളാണ് സഹായിച്ചത്. തുടർ ചികിത്സയ്ക്കും മറ്റും ഭാരിച്ച തുക ആവശ്യമായി വന്നിരുന്നു. വിവിധ മലയാളി സംഘടനകൾ ചേർന്ന് ഗോഫണ്ട് വഴി തുക സമാഹരിച്ച് വിദ്യാർത്ഥിയായ സാന്ദ്രയ്ക്ക് ചികിത്സ നൽകിയിരുന്നു. ചികിത്സയ്ക്കായി നൽകിയിരുന്നു. പിന്നീട് തുടർ ചികിത്സയ്ക്കായി സാന്ദ്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസം സാന്ദ്ര സലീം മരണപ്പെടുന്നത്. മികച്ച നർത്തകിയായ സാന്ദ്ര സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു. നിരവധി ചലച്ചിത്ര താരങ്ങൾ ഫോളോ ചെയ്യുന്ന കലാകാരിയായിരുന്നു സാന്ദ്ര. സാന്ദ്രയുടെ മരണം വേദനിപ്പിക്കുന്നതാണെന്നും ക്യാൻസറിന്റെ വേദനകൾ ഇല്ലാത്ത ലോകത്ത് നിന്റെ നൃത്തവും കുസൃതികളും ചിരിയും നിറഞ്ഞു നിൽക്കട്ടെ എന്നുമാണ് നടി സുരഭി ലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, തേടൈ ന്യൂസ്.